നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തോ മലമറിക്കുമെന്നൊക്കെ ചില പാർട്ടി പറയുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ പോകുമെന്നുള്ളത്. ഒന്ന്, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് പിണറായിക്കെതിരെയുള്ള 2019 നമ്മൾ കണ്ടത് പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. പക്ഷേ എന്തോ 2021 വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് സാധിച്ചു. പക്ഷേ അത് ശബരിമല യുവതീ പ്രവേശത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു 2019 കണ്ടത്. 2024 കാണാൻ പോകുന്നത് പിണറായി വിജയനെ എന്നേക്കുമായി ഇവിടെ നിന്ന് തുടച്ചു മാറ്റണമെന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രതിഫലിക്കും. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. BJP അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. കേരളത്തിൽ 6 ഇടം നോട്ടമിട്ടിട്ടുണ്ട്. അതിൽ 2 എണ്ണം എടുത്തിരിക്കും, 1 എണ്ണം എടുത്തു കഴിഞ്ഞു. ഇനി അവിടെ വേറെ ആരും വേണ്ട, ഇനി അങ്ങ് പാർലമെൻറ്റിൽ എത്തിയാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഈ അവസരത്തിൽ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട 2024 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഒരു പാർട്ടിക്ക് വംശനാശം സംഭവിക്കാൻ പോവുകയാണ്. അത് മറ്റാർക്കുമല്ല, അത് CPIക്കാണ്. CPMൻ്റെ കൂടെ കിടന്ന് ചവിട്ടും തൊഴിയും ആട്ടും തുപ്പും ഏറ്റുകൊണ്ടിരിക്കുന്ന പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, ലോക്സഭാ സീറ്റ് കാലങ്ങളായിട്ട്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട്. ഇതിൽ 3 എണ്ണം സ്റ്റാർ മണ്ഡലം തന്നെയാണ്. വയനാട് 2019 സ്റ്റാർ മണ്ഡലമായി മാറിയത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പം ആ മത്സരിക്കാൻ വന്നതുകൊണ്ടാണ് കേരളത്തിൽ ഒരു വലിയ കോൺഗ്രസ് തരംഗം ഉണ്ടായതും. 2024 രാഹുൽ ഗാന്ധി ഇവിടെ വരും. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ അവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. കെട്ടിവെച്ച പണം പോലും രാഹുൽ ഗാന്ധിക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വയനാടാകുമ്പോൾ വളരെ സേഫായിട്ടുള്ള ഒരിടമാണ്. അതുകൊണ്ട് തീർച്ചയായും വയനാട്ടിൽ തന്നെ വരും. അപ്പോൾ അവിടെ CPI എന്താകാനാ? CPI വളരെ നിഷ്പ്രഭമാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മറ്റൊന്ന് മാവേലിക്കരയിൽ കഴിഞ്ഞ 7 തവണയായിട്ട് വിജയിച്ചു വരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അദ്ദേഹത്തിന്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മത്സരിക്കും. കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിലെ ജനകീയത വെച്ചുകൊണ്ട് തന്നെ അവിടെ വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. മാവേലിക്കരയിൽ BJP സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിക്കും. കഴിഞ്ഞ തവണത്തേനേക്കാളും കുറച്ച് വോട്ട് വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ചിറ്റയം ഗോപകുമാറിനെയാണ് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ചിറ്റയം ഗോപകുമാർ 2019 മത്സരിച്ചു, 2024 മത്സരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറാണ്. അവിടെ 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു. തൃശ്ശൂരിലെ സിറ്റിംഗ് MP കോൺഗ്രസിലെ TN പ്രതാപനാണ്. TN പ്രതാപനെക്കുറിച്ച് കോൺഗ്രസിനകത്ത് തന്നെ പരാതിയാണ്. ഇനി താൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ച TN പ്രതാപൻ പക്ഷേ പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ച് 2024 മത്സരിക്കും. പക്ഷേ പരാജയപ്പെടുമെന്നുള്ളത് നേരത്തെ തന്നെ എഴുതി വെക്കേണ്ട കാര്യമാണ്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് VS സുനിൽകുമാറാണ്. VS സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു മത്സരമായിരിക്കും. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി സുനിൽകുമാർ നോക്കണം. പക്ഷേ സുനിൽകുമാർ 2021 മുതൽ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനമാണ്. പക്ഷേ സുരേഷ് ഗോപി അവിടെ എത്ര മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഇവരൊക്കെ പതിയിരുന്ന് നോക്കുകയാണ്. കാരണം കേന്ദ്രം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടമാണ്. അമിത്ഷാ വന്നു, BJPയുടെ ദേശീയ അധ്യക്ഷൻ വന്നു, ഇനിയിപ്പോൾ നരേന്ദ്രമോദി വരുന്നു. അപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ നോട്ടമാണുള്ളത്. അപ്പോൾ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും തമ്മിലുള്ളൊരു മത്സരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. CPIക്ക് അവിടെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ, 3 സീറ്റ് കഴിഞ്ഞു. പിന്നെ 4ാമത്തുള്ളത് തിരുവനന്തപുരത്ത് C ദിവാകരൻ മത്സരിക്കാൻ ഇറങ്ങിയ കാലം മുതൽ 3ാം സ്ഥാനത്ത് കിടക്കുകയാണ്. പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. പെയ്ഡ് സീറ്റ് എന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രഗത്ഭന്മാർ വമ്പന്മാർ മത്സരിച്ച് വിജയിച്ച ഇടമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, KV സുരേന്ദ്രനാഥ്, പന്നിയൻ രവീന്ദ്രൻ ഇവരൊക്കെ മത്സരിച്ച് ജയിച്ച ഇടമാണ്. ONV കുറുപ്പ് തോറ്റ മണ്ഡലവും എന്നും പറയണമല്ലോ. അങ്ങനെയുള്ള ചാൾസിനെ ഏറെക്കാലം ജയിപ്പിച്ച മണ്ഡലം.
ആ ചാൾസിനെയാണ് പിന്നീട് കെ വി സുരേന്ദ്രനാഥ് പരാജയപ്പെടുത്തിയത്. ONV തോറ്റതും ചാൾസിനോടാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടം BJP നോട്ടമിട്ടിരിക്കുന്ന ഇടമാണ്. ഒന്നുകിൽ നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, ഇവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തിന് നരേന്ദ്രമോദിയുടെ പേര് വരെയും പറയുന്നുണ്ട്. അതുണ്ടാകത്തില്ല. എന്തായാലും നിർമ്മല സീതാരാമൻ അല്ലെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കാൻ പോകുന്നത്. ഇവിടെ CPI 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതാണ്. ഒന്നുകിൽ ബിനോയ് വിശ്വത്തെ ആയിരിക്കും CPI ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ബിനോയ് വിശ്വം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ചുമതല വഹിച്ചിരിക്കുന്നത് കൊണ്ട് CPIയുടെ ഭാഗത്തു നിന്നുള്ള ചിത്രം വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ CPI മുമ്പോട്ട് 3-ാം സ്ഥാനത്തേക്ക് പോയ രീതിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ബിനോയ് വിശ്വത്തിന് അതൊന്നും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ശശി തരൂരിൻ്റെ ഇമേജ് മണ്ഡലത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ എത്രത്തോളം അദ്ദേഹത്തെ പാരവയ്ക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ BJPയുടെ വിജയം അങ്ങനെ നമുക്ക് തീർച്ച പറയാനും പറ്റില്ല. BJP വളരെ വിജയത്തോട് അടുത്ത മണ്ഡലമാണ്. വിജയിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി കേന്ദ്രങ്ങളിൽ ആഹ്ലാദ ആരവം മുഴങ്ങിയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അങ്ങനെ BJPയെ പരാജയപ്പെടുത്താനായിട്ട് കോൺഗ്രസും CPMും കൂടി കച്ചകെട്ടിയിടമാണ്. പിന്നെ ഈ CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരിടത്തും തന്നെ CPMുകാർ വർക്ക് ചെയ്യാൻ ഇറങ്ങത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ അവർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടുത്തെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ CPMുകാർ മുഴുവൻ തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് വർക്ക് ചെയ്യാൻ പോകും. അവിടെ CPM സ്ഥാനാർത്ഥിയാണ്. സമ്പത്താണ് പരാജയപ്പെട്ടത് അടൂർ പ്രകാശിനോട്. ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്നത് ഡബിൾ എ റഹീമാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ CPMുകാർ മുഴുവൻ CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് മറ്റ് അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അത് CPIക്ക് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. മുൻകാലങ്ങളിലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ CPM പ്രവർത്തകർ തൊട്ട് അടുത്ത മണ്ഡലമായ ചിറയിൻകീഴ്, അന്ന് ചിറയിൻകീഴ് മണ്ഡലമാണ്, ചിറയിൻകീഴിൽ പ്രവർത്തിക്കാൻ പോകും. അന്ന് വർക്കല രാധാകൃഷ്ണനൊക്കെ വേണ്ടിയിട്ടാണ് CPMുകാർ അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CPIയെ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ ഇതുകൊണ്ട് 2024 ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 2024 CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വംശനാശം സംഭവിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്.